കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയുടെ വേളയിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ ഇൻ ദി glorious name of our Lord and Savior Jesus Christ, who is coming very soon. ഇന്ന് രാത്രിയുടെ വേളയിൽ കഴിഞ്ഞ ദിവസക്കാലം നാം ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെ അവസാന വാക്യങ്ങളായിരുന്നല്ലോ. ആ ഭാഗം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുവാനിടയായി. ഇന്ന് ചിന്തിക്കുന്നത് 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അതിനുശേഷമായി അതിൽ നിന്ന് ചില വിഷയങ്ങൾ ചിന്തിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 8 വേഴ്സസ് 1-5. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. വേഴ്സ് 3. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിൻ മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. വേഴ്സ് 4. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. വെളിപ്പാട് 8-ാം അധ്യായം അല്പം കൂടെ പറയുമ്പോ 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ കുഞ്ഞാട് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ 6 വരെയുള്ള മുദ്രകൾ പൊട്ടിച്ചപ്പോ സംഭവിച്ചതായ സംഭവവികാസങ്ങളെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം മുദ്ര പൊട്ടിക്കുന്ന വിഷയം അധ്യായം 7 കഴിഞ്ഞ് 8-ാം അധ്യായത്തിലേക്ക് മാറ്റി. വാസ്തവത്തിൽ ക്രോണോളജിക്കലായി പരമ്പരയായി വരേണ്ടത് 6-ാം അധ്യായം കഴിഞ്ഞ് 8-ാം അധ്യായമാണ് വരേണ്ടത്. അപ്പൊ 5-ാം അധ്യായം കഴിഞ്ഞ് 7-ാമത്തെ അധ്യായം വരണം. അങ്ങനെയാണ് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ വരുന്നത്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വന്നപ്പോ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾക്ക് ശേഷം 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നു. അതിനുശേഷം 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് 1 മുതൽ 6 വരെയുള്ള മുദ്രകൾ പൊട്ടിക്കുകയും ആ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന പീഡകളെ കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം അധ്യായത്തിൽ മഹോപദ്രവ കാലഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യഹൂദ ഗോത്രങ്ങളിൽ നിന്നുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ള 12 ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവരായി 1,44,000 പേരെ കുറിച്ചുള്ള വിവരണമാണ് 7-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ 8-ാം അധ്യായം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അധ്യായമാണ്. 8-ാം അധ്യായത്തിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 1-2 വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അവൻ
അവനെന്ന് പറഞ്ഞാൽ ദ ലാംബ് ഓഫ് ഗോഡ്, ദൈവ കുഞ്ഞാട്. മുദ്ര പൊട്ടിക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അപ്പോ ദൈവ കുഞ്ഞാട് ഏഴാമത്തെ മുദ്രയും പൊട്ടിക്കുന്നു. 4 മുതൽ 6 വരെയുള്ള മുദ്രകൾ പൊട്ടിച്ചപ്പോ മാരകരമായ സംഭവങ്ങളാണ് സംഭവിച്ചത്. 7-ാം മുദ്ര പൊട്ടിക്കുമ്പോ നടക്കുന്ന സംഭവങ്ങൾ അതിനേക്കാൾ കാഠിന്യമേറിയതാണ്. ഇവിടെ വായിക്കുന്നു, 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. എന്ന് പറഞ്ഞാൽ there came a silence in heaven. There came a period of silence in heaven. Not for a big period, it's for half an hour. അരമണിക്കൂർ നേരം സ്വർഗത്തിൽ മൗനതയുണ്ടായി എന്നാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഈ മൗനത എന്തിനാണ് ഉണ്ടായത്? ഈ മൗനത ചൂണ്ടിക്കാണിക്കുന്നത് വരാൻ പോകുന്നതായ 7 കാഹളങ്ങൾ കുഞ്ഞാട് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൂതന്മാർ അത് ഊതുമ്പോൾ സംഭവിക്കുവാൻ പോകുന്ന 7 വിധത്തിലുള്ള മഹാപീഡനങ്ങളെക്കുറിച്ചുള്ള, മഹാവ്യാധികളെക്കുറിച്ചുള്ള, മഹാന്യായവിധികളെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ സംഭവിക്കുന്നതിന് മുമ്പേ അരമണിക്കൂർ നേരം സ്വർഗത്തിൽ ഒരു മൗനതയുണ്ടായി. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മൗനതയുണ്ടായത് പുസ്തകത്തിലാകെ വായിക്കുന്നത് ഇവിടെയാണ്. സ്വർഗം മൗനമായി തീർന്നു അരമണിക്കൂർ നേരം. കാരണം ഈ 7 ദൂതന്മാർ 7 കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ ലഭിച്ചു. എന്ന് പറഞ്ഞാൽ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഈ ഭൂമണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത് 7 കാഹളങ്ങളുടെ ന്യായവിധിയുടെ തുടക്കമാണ്. 7 കാഹളങ്ങളുടെ ന്യായവിധിയുടെ തുടക്കങ്ങളാണ് അനൗൺസ്മെന്റ് ഓഫ് 7 ട്രംപറ്റ്സ് ജഡ്ജ്മെന്റ്. ഈ 7 ന്യായവിധികൾ ഓരോന്നായി ഊതുമ്പോഴും, കാഹളങ്ങൾ ഊതുമ്പോഴും ഈ ഭൂമണ്ഡലത്തിൽ സംഭവിക്കുന്നതായ 7 വിധ ന്യായവിധികളെ കുറിച്ചുള്ള വെളിപ്പാടാണ് 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ there came a half an hour silence. അരമണിക്കൂർ നേരം സ്വർഗം സൈലന്റ് ആയി തീർന്നു, നിശബ്ദമായി, മൗനതയുണ്ടായി. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, അരമണിക്കൂറോളം സ്വർഗത്തിൽ മൗനതയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടക്കുന്നത് സ്വർഗത്തിലാണ്. യോഹന്നാൻ പറയുന്നു, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ആ സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ, അവർക്ക് ചുറ്റിലും 4 ജീവികൾ. ഇതൊക്കെയാണ് സ്വർഗത്തിലെ കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. ഈ ഭൂമിയിലെ ഒന്നുമല്ല യോഹന്നാൻ പറഞ്ഞത്. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. ആ സ്വർഗത്തിലെ സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ, അവർക്ക് ചുറ്റിലും 4 ജീവികൾ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഒരുവൻ ഉണ്ട്. അവനെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും കുഞ്ഞാടിനെയും ആരാധിക്കാൻ 1000 ലക്ഷങ്ങൾ 10,000 കൂടി ദൈവപുത്രനെ ആരാധിക്കുന്നു. അപ്പോ യോഹന്നാൻ കാണുന്ന ദർശനങ്ങളെല്ലാം തന്നെ സ്വർഗത്തിൽ കാണുന്ന ദർശനങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, അവനെന്ന് പറഞ്ഞാൽ ദ ലാംബ് ഓഫ് ഗോഡ്, when he opens the 7th seal, there came a half an hour silence in heaven. കുഞ്ഞാട് 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരത്തോളം മൗനതയുണ്ടായി. ഈ മൗനത വിളിച്ചു പറയുന്നത്
വരുവാൻ പോകുന്ന 7 കാഹളങ്ങളുടെ ന്യായവിധികളുടെ തുടക്കമാണ് ഈ മൗനതയെ കാണിക്കുന്നത്. ഒരു വലിയ ഭീകരമായ ന്യായവിധി 7 കാഹളങ്ങൾ ഊതുമ്പോൾ ഈ ഭൂമണ്ഡലത്തിൽ സംഭവിക്കുന്നു. ഈ ഭൂമണ്ഡലത്തിൽ കാഹളങ്ങളുടെ ന്യായവിധി ആരംഭിക്കുന്നതിന് മുമ്പ് സ്വർഗീയ സിംഹാസനത്തിൽ, സ്വർഗീയ മണ്ഡലത്തിൽ അരമണിക്കൂർ നേരത്തേക്ക് മൗനതയുണ്ടായി. ഈ മൗനത സംഭവിച്ചത് ഇതിനെക്കുറിച്ച് ദ സൈലൻസ് സിഗ്നിഫൈസ് എ പീരീഡ് ഓഫ് ആന്റിസിപ്പേഷൻ ബിഫോർ ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് റിലീസ്ഡ് ഓൺ ദി എർത്ത്. ഈ സൈലൻസിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയുകയാണ്. ദ സൈലൻസ് സിഗ്നിഫൈസ് എ പീരീഡ് ഓഫ് ആന്റിസിപ്പേഷൻ ബിഫോർ ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് റിലീസ്ഡ് ഓൺ എർത്ത്. ഈ ഭൂമണ്ഡലത്തിൽ വരുവാൻ പോകുന്നതായ വലിയ ന്യായവിധികളെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഈ മൗനതയെ ചൂണ്ടിക്കാണിക്കുന്നത്. Once more I am reading that this silence signifies a period of anticipation before the final judgment of God released on earth. ഈ ഭൂമണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്ന അന്ത്യന്യായവിധികളുടെ പ്രതീക്ഷയാണ് ഈ അരമണിക്കൂർ നേരത്തെ സ്വർഗത്തിലെ മൗനത എന്നുള്ളത്. അപ്പോ ദൈവത്തിന്റെ കുഞ്ഞാട് 7-ാം മുദ്രയും പൊട്ടിച്ചു. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരം മൗനതയുണ്ടായി. അപ്പോ യോഹന്നാൻ എന്ത് കാണുന്നു എന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിക്കണേ, മൗനത ഉണ്ടായപ്പോൾ when the silence has been happened in the heaven, സ്വർഗത്തിൽ മൗനത സംഭവിച്ചപ്പോൾ യോഹന്നാൻ തന്റെ വെളിപ്പാടിൽ കാണുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, 7 ഈസ് ദ കംപ്ലീറ്റ് നമ്പർ ഓഫ് ഗോഡ്. 7ന്റെ പൂർണ്ണതയെക്കുറിച്ച് പല കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ പല പ്രാവശ്യങ്ങളായി ഓർപ്പിച്ചതാണ്. ഇവിടെയും 7 ദൂതന്മാർ, 7 ദൂതന്മാർ, അവർക്ക് എന്നിട്ട് എഴുതിയിരിക്കുന്നു 7 ദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. 7 angels are standing in the presence of God. ദൈവസന്നിധിയിൽ നിൽക്കുന്ന 7 ദൂതന്മാർ. അവർക്ക് എന്ത് ലഭിച്ചു? അവർക്ക് 7 കാഹളങ്ങൾ ലഭിച്ചു. അപ്പോ ഇനി വരാൻ പോകുന്ന കാഹളങ്ങളുടെ ന്യായവിധി, എ സീരീസ് ഓഫ് ട്രംപറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫൈനൽ ജഡ്ജ്മെന്റ്. 7 കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്നതായ തുടർമാനമായുള്ള ന്യായവിധികളെ കുറിച്ചാണ് 8-ാം അധ്യായം മുതൽ തുടങ്ങുന്നത്. അപ്പോ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. 7 angels were standing in front of the throne of God or in front of the presence of God. ദൈവസന്നിധിയിൽ, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്നാ പറഞ്ഞത്. അവർക്ക് 7 കാഹളങ്ങൾ ലഭിച്ചു. ഇനി ഈ 7 കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്നതായ
സംഭവ വികാസങ്ങളാണ് 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കട്ടെ. ഇത് ഓപ്പണിംഗ് ഓഫ് ദ 7th seal causes a period of silence in heaven, which interpreted as the time of waiting and anticipation before the final judgment. 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരം മൗനതയുണ്ടാകുകയും ആ മൗനത നമ്മളോട് വിളിച്ചു പറയുന്നത് ഈ ഭൂമണ്ഡലത്തിൽ സംഭവിക്കുവാൻ പോകുന്ന 7 കാഹളങ്ങൾ ഊതുമ്പോൾ ഈ ഭൂമണ്ഡലത്തിലേക്ക് ചൊരിയപ്പെടുവാൻ പോകുന്ന ദൈവിക ന്യായവിധികളുടെ പരമ്പരയെ കുറിച്ചാണ് പറയുന്നത്. ഈ പരമ്പരകൾ, എ സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്സ് happen in the period of trumpets. ഈ കാഹളങ്ങൾ ഊതുമ്പോൾ when the trumpets have been sounded, 7 കാഹളങ്ങൾ ഓരോരുത്തരുടെ കരങ്ങളിൽ ഓരോ കാഹളം കൊടുത്തിട്ടുണ്ട്. 1-ാമത്തെ ദൂതനൂതി, 2-ാമത്തെ ദൂതനൂതി, 3-ാമത്തെ ദൂതനൂതി എന്ന് പറഞ്ഞ് 7 പേര് ഊതുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട്, അങ്ങനെ 7 പേര് ഊതുമ്പോൾ ഈ ഭൂമണ്ഡലത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ന്യായവിധികളെ കുറിച്ചുള്ള 7 പരമ്പരകളാണ് ഇവിടെ 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ these trumpets represents the upcoming judgment that will be brought upon earth. ഈ കാഹളങ്ങൾ നമ്മളെ വിളിച്ചു പറയുന്നത്, 7 കാഹളങ്ങൾ എന്നുള്ള വിഷയമുണ്ടല്ലോ, അത് നമ്മളോട് വിളിച്ചു പറയുന്നത് the upcoming judgment that will be brought upon the earth. ഈ ഭൂമിമേൽ വരുവാൻ പോകുന്നതായ 7 ന്യായവിധികളെയാണ് കാഹളങ്ങൾ നമ്മളോട് പറയുന്നത്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, 7-ാം മുദ്ര ദൈവകുഞ്ഞാട് പൊട്ടിച്ചപ്പോൾ, 7-ാമത്തെ മുദ്ര ദൈവകുഞ്ഞാട് പൊട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരം മൗനത സംഭവിക്കുകയും സ്വർഗത്തിൽ 7 ദൂതന്മാർ 7 കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും യോഹന്നാൻ കണ്ടു. അത് കഴിഞ്ഞ് യോഹന്നാൻ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇന്നത്തെ ലൈവ് സ്ട്രീം ക്ലോസ് ചെയ്യുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ചിന്തിപ്പാൻ കർത്താവിൽ ഇടയായി തീരട്ടെ. 3-ാം വാക്യം, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി യാഗപീഠത്തിനരികെ നിന്നു. ഇവിടെയും അനദർ ഏഞ്ചൽ വിത്ത് എ ഗോൾഡൻ സെൻസർ. Another angel standing in front of the altar of God with a golden censer. ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വേറൊരു ദൂതൻ യാഗപീഠത്തിന്റെ മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ചിന്തിക്കണേ, 7 കാഹളങ്ങൾ ഊതി ന്യായവിധി ഈ ലോകത്തോട് വിളിച്ചറിയിക്കുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ വിവരിക്കുന്നു, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി യാഗപീഠത്തിനരികെ നിൽക്കുന്നു. 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ, 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നമ്മൾ 6-ാം അധ്യായത്തിൽ വായിക്കുന്ന 9 മുതൽ താഴെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യാഗപീഠത്തിന് കീഴിൽ ഹാബേൽ മുതൽ യാഗപീഠത്തിനും ദേവാലയത്തിനും നടുവിൽ വെച്ച് കൊല്ലപ്പെട്ടുപോയ വിശുദ്ധന്മാർ കുഞ്ഞാടിനോട്
പ്രതികാരത്തിന് സമയമായില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ 7-ാം അധ്യായത്തിൽ 7-ാം മുദ്ര ദൈവകുഞ്ഞാട് പൊട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരം മൗനത സംഭവിക്കുന്നു. അതിനുശേഷം യോഹന്നാൻ കാണുന്നു 7 ദൂതന്മാർ 7 കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ പറയുക, മറ്റൊരു ദൂതൻ ഒരു സ്വർണധൂപ കലശവുമായി യാഗപീഠത്തിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിന് മുമ്പുള്ള സ്വർണപീഠത്തിന്റെ മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് ലഭിച്ചു. ശ്രദ്ധിക്കണേ, ഈ സ്വർണയാഗപീഠവും സ്വർണധൂപകലശവും ഇതെന്താണ് എന്ന് നമുക്ക് ചിന്തിക്കണം. സ്വർണയാഗപീഠം, സ്വർണ ധൂപകലശം. യാഗപീഠം എവിടെയാ ഉള്ളത്? നിങ്ങൾക്കറിയാമോ യാഗപീഠം എവിടാ ഉള്ളത്? ഈ യാഗപീഠം യെരുശലേമിന്റെ ദേവാലയത്തിലാണ് നിൽക്കുന്നത്. ശലോമോൻ രാജാവിനാൽ പണിയപ്പെട്ട യെരുശലേം ദേവാലയത്തിൽ 1 രാജാക്കന്മാർ 7-ാം അധ്യായത്തിന്റെ 50 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിലും 2 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും ഇതിന്റെ ഉച്ചാരണകൾ നമുക്ക് വായിക്കാൻ കഴിയും. സ്വർണധൂപകലശം, സ്വർണയാഗപീഠം, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 50 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിലും 2 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ശലോമോൻ രാജാവിനാൽ ദേവാലയത്തിൽ ഉപയോഗിക്കേണ്ടതിനായി ഒരു സ്വർണയാഗപീഠം ഉണ്ടാക്കിയിരുന്നു. സ്വർണയാഗപീഠവും സ്വർണധൂപകലശവും ഉണ്ടായിരുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപകലശം സ്വർഗത്തിലേക്ക് കരേറിപ്പോകുകയും അവിടെ നിന്ന് യഹോവയായ ദൈവം ധൂപകലശത്തിൽ താഴേക്ക് ഇറങ്ങി വരികയും അങ്ങനെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, ആരാധനകളിൽ, യാഗങ്ങളിൽ പ്രസാദിച്ചിരുന്നു എന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നു. ഈ സ്വർണ ധൂപകലശങ്ങളിൽ, ധൂപകലശം ആ ധൂപക്കുറ്റി, സ്വർണ ധൂപകലശം, സുഗന്ധദ്രവ്യങ്ങളിട്ട് ദേവാലയത്തിൽ, യാഗപീഠത്തിൽ ദൈവത്തെ ആരാധിക്കാനായി പഴയ നിയമ പുരോഹിതന്മാരുടെ കരങ്ങളിൽ പിടിച്ചിരുന്ന സ്വർണധൂപകലശം. അത് കാണിക്കുന്നത് സെൻസർ ഓഫ് പ്യുവർ ഗോൾഡ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം. അങ്ങനെ ഒരു വാക്യം നമ്മള് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടോ? ഞാൻ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണ്. വെളിപ്പാട് 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കും. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. 7-ാം വാക്യം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. മനസ്സിലായോ? അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇത് 5-ാം അധ്യായത്തിൽ നമ്മൾ വിവരിച്ചതാണ്. എങ്കിൽ പോലും ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ദൈവിക കുഞ്ഞാട്, യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരും വംശവും ഉദയ നക്ഷത്രവുമായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കരങ്ങളിൽ നിന്ന് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം ഏറ്റുവാങ്ങിയപ്പോൾ
സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിലിരുന്ന 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ആ പുസ്തകം യഹൂദാഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരും വംശവും ആയ യേശുമശിഹ എന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദ ലാംബ് വിച്ച് ഈസ് സ്ലെയിൻ, അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്നും ഈ പുസ്തകം ഏറ്റുവാങ്ങിയപ്പോൾ, 5-ാം അധ്യായത്തിൽ പറയുന്നു, വാങ്ങിയപ്പോൾ 4 ജീവികളും പിന്നെ 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം ഇവിടെ അങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കുക. ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. ഇതേ സംഭവമാണ് 8-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ ഇറങ്ങി വരുന്നത് യോഹന്നാൻ കാണുന്നു. അവൻ ഒരു സ്വർണധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിൽ മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് അവന് അധികം ധൂപവർഗങ്ങൾ ലഭിച്ചു. എന്ന് പറഞ്ഞാൽ യാഗപീഠത്തിൽ, ദേവാലയത്തിലെ യാഗപീഠത്തിൽ സുഗന്ധവർഗങ്ങൾ ഇട്ടുകൊണ്ട് അവർ പുകച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് യാഗപീഠത്തിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധവർഗം സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ യഹോവയായ ദൈവം അവരുടെ യാഗങ്ങളിൽ പ്രസാദിച്ചിരുന്നു എന്ന് പഴയ നിയമത്തിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റിനോട് ബന്ധപ്പെട്ടാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യഹൂദന്മാരോട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഭാഗങ്ങളായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാനിടയായി തീർന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ 5-ാം അധ്യായം മുതൽ 18 അധ്യായങ്ങൾ വരെയുള്ള സകല സംഭവങ്ങളും റിലേറ്റ് ആയിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത് യഹൂദൻ എന്നൊരു ജാതിയും ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തെയും പ്രതികരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് യഹൂദനാണ് ധൂപപീഠവും ധൂപകലശവും യാഗപീഠവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ യാഗങ്ങൾ ശേഷിക്കുന്നില്ല. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, മഹാപുരോഹിതൻ തന്റെ ജനത്തിന്റെ പാപത്തിനു വേണ്ടി യാഗമർപ്പിക്കുന്നതിന് മുമ്പേ, മഹാപുരോഹിതൻ തന്റെ ജനത്തിന്റെ പാപത്തിനു വേണ്ടി യാഗമർപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം പാപങ്ങൾക്കായി യാഗപീഠത്തിൽ യാഗമർപ്പിക്കുമായിരുന്നു. ഇത് ദിനം പ്രതി തുടർന്നുകൊണ്ടിരുന്നു. അനവധി യാഗങ്ങൾ അർപ്പിച്ചിട്ടും അവർ വിശ്വാസത്തോടെ ജനത്തോട് ഇപ്രകാരം പ്രഖ്യാപിക്കുമായിരുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ യഹോവ നിങ്ങളുടെ യാഗങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്വർഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. പുതിയ നിയമത്തിൽ യാഗപീഠമില്ല, യാഗങ്ങളുമില്ല. കാരണം ക്രിസ്തുവോ സകല യാഗങ്ങളുടെയും പൂർത്തീകരണമായിട്ട്
സകല യാഗങ്ങളുടെയും പൂർത്തീകരണമായിട്ട് സ്വന്തം യാഗത്താൽ മാനവജാതിയുടെ പാപത്തിനു വേണ്ടിയുള്ള സകല കർമ്മങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിമേലാൽ യാഗങ്ങൾക്ക് ആവശ്യമില്ല എന്ന് എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലെ യാഗങ്ങളുടെ പൊരുളായിരുന്നു കാൽവറി ക്രൂശിന്റെ മുകളിൽ തകർക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ അകൃത്യയാഗം. ശാപരണ 53 അടിസ്ഥാനത്തിൽ അവനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവന്റെ അടിപ്പിഴകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പഴയ നിയമത്തിലെ സകല യാഗങ്ങളുടെയും പൂർത്തീകരണമായിരുന്നു കാൽവറിയിലെ ക്രൂശിന്റെ മുകളിൽ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ശരീരം യാഗമാക്കി തീർത്തപ്പോൾ. യോഹന്നാൻ അതിനൊരു ഉദാഹരണം ഞാന് എബ്രായ ലേഖനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിച്ച് അതിന് ക്രമീകരണം വരുത്താം. അതുകൊണ്ട് സഹോദരന്മാരെ, 10 chapter 19 onwards, 10-ാം അധ്യായം 19 മുതൽ ചില വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്, ശ്രദ്ധിക്കുക, there were high priest in the temple. ദേവാലയത്തിൽ മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. സീരീസ് ഓഫ് ഹൈ പ്രീസ്റ്റ്. ആണ്ടുകൾ തോറും ഇസ്രായേലിനു വേണ്ടി യാഗങ്ങൾ അർപ്പിക്കാൻ, ഇസ്രായേലിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ ദേവാലയത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു യേശു ഏക മഹാപുരോഹിതനായി എന്നേക്കുമുള്ള മഹാപുരോഹിതനായി, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും നിലനിൽക്കുന്ന മഹാപുരോഹിതനായി, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയൊരു യാഗവും പാപത്തിനു വേണ്ടി ശേഷിക്കുന്നില്ല. There is no കുർബാന for the remission of the sin. പാപങ്ങളുടെ യാഗത്തിനു വേണ്ടി ഒരു കുർബാനയും ശേഷിക്കുന്നില്ല. കുർബാന എന്ന് പറഞ്ഞാൽ ബലി. കുർബാന ഇറ്റ്സ് എ സിറിയക് വേർഡ്, സുറിയാനി വാക്ക. കുർബാന എന്ന് പറഞ്ഞാൽ ബലിയർപ്പിക്കുക. There is no കുർബാന, no sacrifice. ഇനിയൊരു യാഗത്തിന്റെയും ആവശ്യമില്ല. കാരണം ഏകയാഗത്താൽ മാനവജാതിയുടെ പാപത്തിന് പൂർത്തീകരണമുണ്ടായതുകൊണ്ട് ഇനിയും യാഗങ്ങൾക്ക് ആവശ്യമില്ല എന്ന് എബ്രായ ലേഖനത്തിൽ വ്യക്തമായും ശക്തമായും യുക്തമായും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സ്വർണയാഗപീഠത്തിന്റെ മേൽ ശലോമോൻ രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട യെരൂശലേം ദേവാലയത്തിൽ ഒരു സ്വർണയാഗപീഠമുണ്ടായിരുന്നു. അവിടെ സ്വർണ ധൂപകലശമുണ്ടായിരുന്നു. ആ ധൂപകലശത്തിൽ ധൂപവർഗങ്ങൾ ഇട്ടുകൊണ്ട് മഹാപുരോഹിതൻ യാഗമർപ്പിച്ചതിന് ശേഷമായി യാഗപീഠത്തിന് ചുറ്റും നടന്ന് ധൂപമർപ്പിക്കുമായിരുന്നു. ആ ധൂപം സ്വർഗത്തിലേക്ക് കരേറിപ്പോകും എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് മഹാപുരോഹിതന്മാർ ദേവാലയത്തിൽ യാഗമർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, വെളിപ്പാട് പുസ്തകം എന്താ പറയുന്നേ?
8-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിൻ മുൻപുള്ള സ്വർണപീഠത്തിന്മേൽ, ശ്രദ്ധിക്കണം, സിംഹാസനത്തിൻ മുൻപുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം ഈ ദൂതന് കിട്ടി. സ്വർണയാഗപീഠം, സ്വർണ ധൂപകലശം. ഇതെവിടാ ഇരിക്കുന്നത്? സിംഹാസനത്തിന് മുമ്പിൽ. വ്യക്തമായി യോഹന്നാൻ എഴുതിയിരിക്കുന്നു, സിംഹാസനത്തിന് മുൻപിൽ ഉള്ള സ്വർണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ, മറ്റൊരു ദൂതൻ യാഗപീഠത്തിനരികെ ധൂപകലശം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് യോഹന്നാൻ കണ്ടായിരുന്നു. ആ മറ്റൊരു ദൂതന് സിംഹാസനത്തിന്റെ മുമ്പിലുള്ള യാഗപീഠത്തിന് മുമ്പിൽ, സിംഹാസനത്തിന് മുമ്പിൽ സ്വർണപീഠത്തിന് മുമ്പിൽ, സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാകുന്ന ധൂപവർഗം ഇടുവാൻ അവന് ധാരാളം കൊടുത്തു. വെളിപ്പാട് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗവും വീണയും കരങ്ങളിൽ പിടിച്ചുകൊണ്ട് 4 ജീവികളും 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവരെയും ദൈവത്തിന്റെ കുഞ്ഞാടിനെയും വീണ് നമസ്കരിച്ചു എന്ന് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു ദൂതൻ സ്വർണധൂപകലശവുമായി യാഗപീഠത്തിന്റെ അരികിൽ നിൽക്കുകയാണ്. യാഗപീഠത്തിന്റെ അരികിൽ എവിടെയാ നിൽക്കുന്നത്? ഹി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹെവൻ. സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ മുമ്പിൽ. മലയാളത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, സിംഹാസനത്തിന് മുമ്പിൽ സ്വർണപീഠത്തിന്മേൽ, ശ്രദ്ധിക്കണം, സിംഹാസനത്തിന് മുമ്പിൽ സ്വർണപീഠത്തിന്റെ മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം സ്വർഗത്തിലേക്ക് കരേറി എന്ന് 5-ാം അധ്യായത്തിൽ വായിച്ചു. അപ്പോ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് അവരുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ യാഗപീഠത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വർണയാഗപീഠത്തിൽ നിന്ന് ലഭിച്ചതായ സ്വർണ ധൂപകലശത്തിൽ ഇടേണ്ടതിന്, സുഗന്ധവർഗങ്ങൾ ഇടേണ്ടതിന് ദൂതന് ലഭിച്ചു. എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്ന ഒരു വാക്കുകൊണ്ട് വിശുദ്ധന്മാരുടെ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ വെളിപ്പാട് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമാണ് വായിച്ചത്. 27-ാം വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി
ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വർണ്ണയാഗപീഠത്തിന്റെ മേൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ അനവധി സ്വർണ്ണ യാഗപീഠത്തിന്റെ മേൽ ധൂപകലശത്തിൽ ഇടാൻ ധൂപവർഗം ദൂതന് കൊടുത്തു. അപ്പോ ഈ ഒരു ഭാഗത്തു നിന്നാണ് ക്രിസ്തീയ സഭകൾ വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന എന്ന ഉപദേശം കൊണ്ടുവന്നത്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗമായി തീരും എന്ന് പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന എന്നൊരു ഭാഗം കൊണ്ടുവന്നത് ഈ ഭാഗത്തുനിന്നാണ്. അതിനെക്കുറിച്ച് പറയുമ്പോ മധ്യസ്ഥന്മാർ അത് ഇവിടെ ചിന്തനീയമല്ലെങ്കിലും ഞാനൊരു വാക്യം വായിച്ച് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. ഒരു വാക്യം ഞാൻ വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1 തീമോത്തിയോസിന്റെ ലേഖനം, എപ്പിസൽ ഓഫ് 1 തിമോത്തി, എപ്പിസൽ ടു 1 തിമോത്തി ചാപ്റ്റർ 2 വേർഡ്സ് 5. ഞാനിത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടൊന്ന് വായിക്കും. എപ്പിസൽ ഓഫ് 1 തിമോത്തി, ആദ്യം ഞാൻ ലെറ്റ് മീ റീഡ് ഇൻ ഇംഗ്ലീഷ്. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. Epistle of 1 Timothy, chapter 5, chapter 2, verse 5. For there is one God and one mediator between God and men, the man Jesus Christ. ഇംഗ്ലീഷിൽ വായിക്കുന്ന വാക്യം ഇതാണ്. For there is one God and one mediator between God and men. Men, not man. Men, M-E-N, men. Then, is a man, Christ Jesus. M-A-N, man, Christ Jesus. ഒരിക്കൽ കൂടി ഞാനത് ക്ലിയർ ചെയ്യുന്നു. There is one God and one mediator between God and men. M-E-N. എന്നിട്ട് പറയുന്നു, എന്നുവെച്ച് പറഞ്ഞത് ഇത് മാൻ ക്രൈസ്റ്റ് ജീസസ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, അത് മധ്യസ്ഥ പ്രാർത്ഥന എന്നൊരു വിഷയം ഇവിടെ കയറി വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. We have only one mediator. ഒരൊറ്റ മീഡിയേറ്ററേ ഉള്ളൂ. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. മലയാളത്തിലൊരു നല്ലൊരു യൂസേജ് അവിടെ ഉണ്ട്. മലയാളത്തിൽ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ എന്നുവെച്ച് പറയുന്നു. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ. ദാറ്റ് മധ്യസ്ഥൻ അഥവാ ദാറ്റ് മീഡിയേറ്റർ ഈസ് മൈ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. മധ്യസ്ഥന്മാർ ദൈവസഭയിലില്ല.
മധ്യസ്ഥന്മാർ, മീഡിയേറ്റേഴ്സ്, അങ്ങനെ ഒരു വാക്ക് ബൈബിളിലില്ല. There is one mediator between God and man. That is man Christ Jesus. നല്ല വ്യക്തമായി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഞാൻ വായിച്ചു കേൾപ്പിച്ചു. 6-ാം വാക്യത്തിലാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. Who gave himself a ransom for all to be testified in due time. എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും മുമ്പിൽ ഏക മധ്യസ്ഥൻ, only one mediator between God and man. There is no mediators in the church. വിശുദ്ധന്മാരോട് മധ്യസ്ഥത, അങ്ങനൊരു ഉപദേശം കാത്തലിക് ചർച്ചിൽ ഉണ്ടായതാണ്. Nowadays, Orthodox churches are also following the mediatory prayer of the saints. It originated in the Catholic Church and it is also practicing in the Orthodox Christian churches. But according to the Bible, there is only one mediator. ദൈവവചന പ്രകാരം ഒരൊറ്റ മീഡിയേറ്ററേ ഉള്ളൂ, മധ്യസ്ഥന്മാരില്ല. ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഒരൊറ്റ മീഡിയേറ്ററേ ഉള്ളൂ. പഴയ നിയമത്തിന് മധ്യസ്ഥനായിരുന്നു മോശ. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശ. പുതിയ നിയമത്തിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ. ആ മധ്യസ്ഥന്റെ പേര് നമുക്കായി മറുപടിയായി തന്ന, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. എന്ന് പറഞ്ഞാൽ എനിക്കും ദൈവത്തിന്റെ നടുവിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവസഭയിൽ മധ്യസ്ഥന്മാരില്ല. There is no mediators in the church. There is only one mediator. There is only one mediator between God and man. മനുഷ്യനും ദൈവത്തിനും നടുവിൽ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, മധ്യസ്ഥന്മാർ ഇല്ല. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിച്ചേരും, അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചാ മതി എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിലുക്കൾ ഉടലെടുക്കാൻ കാരണം ഈ ഒരു വാക്യമാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഈ ecumenical churches. I am using that word, ecumenical churches. They have been following a doctrine of mediators. മധ്യസ്ഥന്മാരുടെ മധ്യസ്ഥതകൾ, വിശുദ്ധന്മാരുടെ മധ്യസ്ഥതകൾ എന്നൊരു ഡോക്ട്രിൻ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ecumenical churches. അത് പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, മനുഷ്യനും ദൈവത്തിനും നടുവിൽ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ. ആ മധ്യസ്ഥൻ അനേകർക്ക് വേണ്ടി മറുപടിയായി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു തന്നെ. അപ്പോ ദൈവസഭയിൽ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് ക്രിസ്തു യേശു എന്ന മധ്യസ്ഥൻ. ആ മധ്യസ്ഥന്റെ മുൻപാകെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, 7
ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഏകദേശം സ്വർഗത്തിൽ അരമണിക്കൂർ നേരം മൗനതയുണ്ടായി. മൗനതയ്ക്ക് ശേഷം അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മൗനത സംഭവിച്ചപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങളും കൊടുത്തു. അങ്ങനെ ഈ കാഹളങ്ങൾ കിട്ടിയ ദൂതന്മാരെ കുറിച്ച് അവര് കാഹളങ്ങൾ ഊതുന്നത് താഴോട്ടുള്ള വാക്യങ്ങളിൽ 6-ാം വാക്യം 7-ാം വാക്യം മുതൽ അങ്ങനെ വായിക്കുന്നു. അപ്പൊ ആ 4, 3, 4, 5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മറ്റൊരു ദൂതൻ സ്വർണധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന്റെ അരികെ നിന്നു. എന്നുവെച്ചാൽ സിംഹാസനത്തിന് മുൻപുള്ള സ്വർണപീഠത്തിന്റെ മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് ധൂപവർഗം ഇട്ടുകൊടുക്കാൻ ഈ മറ്റൊരു ദൂതന്റെ കയ്യിൽ ധൂപവർഗം കൊടുത്തു. അടുത്തത്, ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് 4-ാം വാക്യം. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ അവസ്ഥകളെ ചൂണ്ടിക്കാണിക്കുകയല്ലോ. ഞാൻ ആരംഭത്തിലേ പറഞ്ഞല്ലോ, യാഗപീഠത്തിൽ യാഗമർപ്പിക്കുമ്പോൾ ധൂപവർഗങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ ആ ധൂപവർഗത്തിൽ നിന്നുള്ള പുക സ്വർഗത്തിലേക്ക് കരേറിപ്പോകുകയും ആ പുക സ്വർഗത്തിലേക്ക് എത്തിച്ചെല്ലുമ്പോ ഇതെല്ലാം യാഗാർപ്പണം എല്ലാം കഴിഞ്ഞിട്ട് മഹാപുരോഹിതൻ ദേവാലയത്തിൽ യാഗപീഠത്തിന് വെളിയിൽ വന്ന് നിന്ന് പ്രാകാരത്തിലേക്ക് തിരിഞ്ഞു നിന്ന് തന്നെ കേൾക്കുന്ന ജനത്തോട് ഇങ്ങനെ പറയുമായിരുന്നു, യഹോവയായ ദൈവം നിങ്ങളുടെ യാഗങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നു, അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പുറപ്പെട്ടുകൊള്ളുവീൻ. അന്നേച്ച മഹാപുരോഹിതൻ പറയുമായിരുന്നു, യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് തൃക്കരം നീട്ടി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മഹാപുരോഹിതൻ യാഗമർപ്പിച്ചു കഴിഞ്ഞ് യാഗപീഠത്തിൽ നിന്ന് പ്രാകാരത്തിന് മുമ്പിലേക്ക് വരും. യാഗപീഠത്തിൽ നിന്ന് പ്രാകാരത്തിന് മുമ്പിലേക്ക് വരും. യാഗപീഠവും പ്രാകാരവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു കഷ്ടനിട്ടുണ്ട്, തിരശീല. യാഗപീഠവും പ്രാകാരവും തമ്മിൽ ബന്ധിപ്പിക്കാൻ യാഗപീഠത്തിലേക്ക് മഹാപുരോഹിതന്മാർക്കും പുരോഹിതന്മാർക്കുമല്ലാതെ ആർക്കും പ്രവേശനമില്ല. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും, അതിവിശുദ്ധ സ്ഥലത്തേക്ക്. അല്ലാത്തപ്പോ വിശുദ്ധ സ്ഥലത്ത് കയറി നിന്ന് യാഗമർപ്പിക്കും. അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കലാണ് പ്രവേശിച്ചുകൊണ്ടിരുന്നത്. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിട്ട് ആ വർഷത്തെ യാഗങ്ങളുടെ എല്ലാം പര്യാപ്തിയായിരിക്കുന്ന യാഗമർപ്പിച്ച് യാഗപീഠത്തിൽ നിന്ന് ധൂപവർഗങ്ങളിട്ട് ആ ധൂപവർഗങ്ങൾ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി കഴിഞ്ഞ് യാഗപീഠം യാഗമർപ്പിച്ച് ദേവാലയത്തിൽ നിൽക്കുന്ന പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തിന്റെ മുമ്പിലേക്ക് യാഗപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും നടുവിലുള്ള തിരശ്ശീല നീക്കിക്കൊണ്ട് മഹാപുരോഹിതൻ ജനത്തിന് മുമ്പിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവരോട് പറയും,
ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കുമാറാകട്ടെ. അവൻ സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുകയും നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാണ് മഹാപുരോഹിതൻ അടുത്ത ശുശ്രൂഷകൾക്കായി പോകുന്നത്. എന്നാൽ ഈ പഴയ നിയമത്തിലെ യഹൂദന് മനസ്സിലാകത്തക്ക വണ്ണമാണ് 8-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണയാഗപീഠവും സ്വർണ്ണ ധൂപകലശവും ഇതൊക്കെ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തോട് പറഞ്ഞാൽ they cannot understand what is it. Protestant churches, they cannot understand. Even the Pentecostals or the Reformed holy churches, they are not following the Old Testament pattern of worship. Old Testament pattern of worship still follow ചെയ്യുന്ന ചില ecumenical churches. They have high priest, priest and high priest still in the churches. Still in the churches they have priest, high priest, പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, അതിന്റെ മുകളിൽ വലിയ പട്ടക്കാർ. ഇവയെല്ലാം they are following the Old Testament pattern of worship. It's not in the New Testament pattern of worship. പഴയ നിയമ യാഗങ്ങൾ അർപ്പിക്കുകയായിരുന്നു. Every week they are making കുർബാന, ബലികൾ അർപ്പിക്കുന്നു. ബലിപീഠത്തിന് മേൽ ദൈവം ഇറങ്ങി വന്ന വസിക്കുന്നു എന്നാ ഇവര് പറയുന്ന ഇന്നും. But the ultimate sacrifice is Jesus. That sacrifice is done on the cross for the remission of the sin of the people of Israel. All world, സകല മാനവജാതികളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി യാഗങ്ങളുടെ പൂർത്തീകരണമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ യാഗം പൂർത്തീകരിച്ചു എന്നുവെച്ച് പറഞ്ഞു, എവരിതിങ് ഈസ് ഫിനിഷ്ഡ്. Everything is finished in relation to the forgiveness of sins. പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അടുത്ത വാക്യം, ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അതിന് ഒരു തെളിവ് ഞാൻ അങ്ങോട്ട് തരാം. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ തക്കതായൊരു തെളിവുണ്ട്. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 6, യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ ഒരു തെളിവ് അതിന് തക്കതായുണ്ട്. അത് ഞാൻ അങ്ങോട്ട് തരാം. ഇവിടെ വായിക്കുന്നു, 2-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നേ, 2-5 വാക്യം മുതൽ വായിക്കാം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ആയ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. യാഗപീഠത്തിൽ നിന്ന് സാറാഫുകളിൽ ഒന്ന് കൊടിൽ കൊണ്ട് ഒരു കനലെടുത്തു.
ഞാനിവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു, ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇവിടെ കാണിക്കുന്ന ധൂപകലശത്തിൽ ദൈവത്തിന്റെ ന്യായവിധിയാകുന്ന ന്യായവിധി നിറഞ്ഞ ധൂപകലശമാണുള്ളത്. പഴയ നിയമത്തിൽ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെടുന്ന ധൂപകലശത്തിൽ ധൂപത്തിന്റെ സൗരഭ്യവാസന സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്നാൽ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്ന ധൂപകലശത്തിൽ, ധൂപകലശത്തിനുള്ളിലേക്ക് യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ ഇട്ടതിനു ശേഷം ഭൂമിയിലേക്ക് എറിഞ്ഞു. എന്തെറിഞ്ഞു? ദൈവിക ന്യായവിധികളുടെ കലശം ദൈവം ഭൂമിയിലേക്ക് എറിഞ്ഞു. അവയാണ് 1 മുതൽ 7 വരെ ദൂതന്മാർ ധൂപം കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നതായ ന്യായവിധികൾ. ഈ 8-ാം അധ്യായം അറിയപ്പെടുന്നത് തന്നെ ദ ജഡ്ജ്മെന്റ്സ് ഓഫ് ട്രംപറ്റ്സ് എന്നാണ്. കാഹളങ്ങളുടെ ന്യായവിധിയുടെ അധ്യായം എന്ന 8-ാം അധ്യായം അറിയപ്പെടുന്നത്. കാരണം ഈ ബൈബിള് പഠിപ്പിക്കുന്ന ദൈവദാസന്മാരാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് 8-ാം അധ്യായത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചാപ്റ്റർ 8 എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്സ് ഓഫ് ട്രംപറ്റ്സ്, കാഹളങ്ങളുടെ ന്യായവിധികൾ. 7 കാഹളങ്ങൾ ഊതുമ്പോൾ ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാകുന്ന 7 വിധ ന്യായവിധികൾ ഞാൻ അടുത്ത ഭാഗങ്ങളിൽ വരുമ്പോ സംസാരിച്ചോളൂ. അപ്പോ ധൂപവർഗം സ്വർഗത്തിലേക്ക് കയറിപ്പോയി. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം സ്വർഗത്തിലേക്ക് കയറി ദൂതന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ദൂതന്റെ കയ്യിൽ ദൈവസന്നിധിയിലേക്ക് കയറി. അന്നേച്ച് ദൂതൻ ധൂപകലശം എടുത്തു, യാഗപീഠത്തിൽ നിന്ന് കനൽ നിറച്ചു. എന്തിൽ? ധൂപകലശത്തിൽ കനൽ നിറച്ച് ഈ ധൂപകലശത്തെ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഈ എറിഞ്ഞതാണ് 7-ാം വാക്യം മുതൽ നാം വായിക്കുന്നത്. 1-ാമത്തെ ദൂതനൂതി, 2-ാമത്തെ ദൂതനൂതി, 3-ാമത്തെ ദൂതനൂതി, 4-ാമത്തെ ദൂതനൂതി, 5-ാം ദൂതനൂതി, 6-7 ദൂതന്മാരൂതി എന്നൊക്കെ പറയുമ്പോ സംഭവിക്കുന്ന ധൂപകലശം എറിഞ്ഞ സംഭവമാണ് അവിടെ കാണാൻ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ധൂപകലശം സ്വർഗത്തിൽ നിന്ന് ദൂതന് ദൈവസ്ഥനിലേക്ക് കയറിപ്പോയായിരുന്നു. വിശുദ്ധന്മാരുടെ ധൂപവർഗം എന്ന ധൂപകലശം സ്വർഗത്തിൽ കയറി ദൂതന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് ദൂതൻ ഈ സ്വർണ്ണ ധൂപകലശം കയ്യിലെടുത്തിട്ട് സിംഹാസനത്തിന് മുമ്പിലുള്ള യാഗപീഠത്തിൽ നിന്ന് കുറച്ച് കനലിതിൽ വാരിയിട്ടിട്ട് ഈ ധൂപകലശത്തെ ഭൂമിയിലേക്ക് എറിഞ്ഞു. അല്പം കൂടെ മനസ്സിലാക്കാൻ ഞാൻ പറയുന്നു. ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോ 7 ദൂതന്മാർ കാഹളം ഊതുവാൻ റെഡിയായി നിൽക്കുക. 7 ദൂതന്മാർ ദൈവത്തിൽ നിൽക്കുന്ന ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ ലഭിച്ചു എന്ന് 8-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോ 7 ദൂതന്മാരും കാഹളം ഊതാൻ റെഡിയായി നിൽക്കുകയാണ്. They have to get a command from the Lamb of God. ദൈവകുഞ്ഞാടിൽ നിന്ന് ഒരു കൽപ്പന ലഭിച്ചാൽ മാത്രം മതി. ആ കൽപ്പന ലഭിച്ചു കഴിയുമ്പോ ഓരോ ദൂതന്മാരും ഈ ഭൂമണ്ഡലത്തിലേക്ക് ദൈവിക ന്യായവിധിയാകുന്ന ധൂപകലശങ്ങൾ എടുത്തെറിയും. മാനവജാതിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഭയങ്കരമായ ന്യായവിധി. ദാനിയേലിന്റെ ഭാഷയിൽ പറയുമ്പോ ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഭയങ്കരമായ കഷ്ടകാലം. ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്ത അതികഠിനമായ കഷ്ടകാലം എന്ന് പറഞ്ഞതുപോലെ ലോകമുണ്ടായത് മുതൽ
ഭൂമിയുടെ ആരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ദൈവിക ന്യായവിധിയുടെ കലശങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എറിയപ്പെടും. മാനവജാതി ഇതിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ വിറയ്ക്കും. സ്തോത്രം. ആറാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, സിംഹാസനത്തിലിരിക്കുന്നവന്റെ കുഞ്ഞാടിന്റെ കോപത്തിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കുവീൻ എന്ന് പറയുന്നൊരു വാക്യം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ, 6-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്കുകൾ വായിക്കുന്നതാണ്. ഞാനൊന്ന് വായിക്കാം. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ എന്ന് പറഞ്ഞതുപോലെ ഈ 7 ന്യായവിധികൾ 7 ദൂതന്മാർ 7 കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുമ്പോൾ അന്ന് ഭൂമണ്ഡലത്തിൽ ജീവിച്ചിരിക്കുന്ന, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചു, 3 ഗ്രൂപ്പ് ജനമുണ്ടാകും. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഒന്ന്, പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ദ ജൂയിഷ് നേഷൻ, യഹൂദന്റെ ജാതി, ഇസ്രായേൽ എന്ന രാജ്യം. 2, ദ ലെഫ്റ്റ് ബിഹൈൻഡ് ഗ്രൂപ്പ് ഫ്രം ദി റാപ്ചർ ഓഫ് ദ ചർച്ച്, ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ നിന്ന് കൈവിടപ്പെട്ടുപോയ ലക്ഷക്കണക്കിന് ജനങ്ങൾ. 3-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ അന്നുവരെയും അംഗീകരിക്കാത്തതായ ജാതീക രാജ്യങ്ങൾ. ഈ 3 ഗ്രൂപ്പ് ജനം ഈ 7 കാഹളനായ വിധിയിലും ഉണ്ടായിരിക്കും. അവരാണ് പറയുന്നത്, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും ദൈവകുഞ്ഞാടിന്റെ കോപം ഞങ്ങളുടെ മേൽ വീഴാതിരിക്കേണ്ടതിനും മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ, കുന്നുകളെ ഞങ്ങളെ മറപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറത്തടിച്ച് നിലവിളിക്കും. ഇതേ സിറ്റുവേഷൻ 7 ദൂതന്മാർ കാഹളം ഊതുമ്പോഴും ഈ ഭൂമണ്ഡലത്തിലുള്ളവർ അനുഭവിക്കും. അപ്പോ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, 7 ദൂതന്മാർ ദൈവത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങളും ലഭിച്ചു. അവർ 7 കാഹളങ്ങളിൽ സ്വർണധൂപകലശത്തിൽ ദൈവത്തിന്റെ യാഗപീഠത്തിൽ നിന്ന് കനലുകൾ വാരിയിട്ട് ധൂപകലശങ്ങൾ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ ഭൂമിയിലേക്ക് എറിയാൻ പോകുന്ന 7 കാഹളങ്ങളുടെ ന്യായവിധികൾ, അവയാണ് 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാഹളങ്ങളുടെ ന്യായവിധി. 8-ലും 9 അധ്യായങ്ങളിലും 2 അധ്യായങ്ങളിലാണ് ഈ കാഹളങ്ങളുടെ ന്യായവിധികൾ എന്ന വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8-ാം അധ്യായത്തിൽ കൊണ്ട് തീരുന്നില്ല. 9-ാം അധ്യായത്തിൽ 5-ാമത്തെ ദൂതനൂരി, 6-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിൽ തന്നെ 6-ാമത്തെ ദൂതനൂതി, പിന്നെ 7-ാമത്തെ ദൂതൻ ഊതുന്നത് 11-ാം അധ്യായത്തിൽ അവസാന ഭാഗമില്ല. അപ്പോ ഈ 7 ദൂതന്മാർ ധൂപകലശങ്ങൾ, യാഗപീഠത്തിൽ നിന്ന് കനലുകൾ നിറഞ്ഞ ധൂപകലശം, ദൈവിക ന്യായവിധിയുടെ കലശങ്ങൾ, 7 കാഹളങ്ങളുടെ ന്യായവിധികൾ, ഇവ ആണ് വെളിപ്പാട് 8, 9 അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ. ഇന്ന് രാത്രി ഞാനിവിടെ ക്ലോസ് ചെയ്യട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം ലൈവിലായി വരുമ്പോൾ ഒരു വാക്കൂടെ പറഞ്ഞുകൂടെ അവസാനിപ്പിക്കട്ടെ. യാഗപീഠത്തിന്മേൽ എറിഞ്ഞു. കൂട്ടുകാരെ, ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ദൈവിക ന്യായവിധികൾ ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്നതിന് മുമ്പായി ഇടിമുഴക്കം ഉണ്ടാകുന്നു, മിന്നലുണ്ടാകുന്നു, നാദമുണ്ടാകുന്നു, ഭൂകമ്പം സംഭവിക്കുന്നു. ഇവ ദൈവിക ന്യായവിധികളുടെ തുടക്കത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇടിമുഴക്കം, നാദം, മിന്നൽ, ഭൂകമ്പം, ഇവയെല്ലാം
ദൈവിക ന്യായവിധി സംഭവിക്കുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ. ഭൂകമ്പങ്ങൾ, ഇടി, തണ്ടർ, ലൈറ്റനിങ് ആൻഡ് ദ വോയിസ്, ഇവയെല്ലാം ദൈവിക ന്യായവിധികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടക്കേണ്ട സംഭവങ്ങളാണ്. ഇവയൊക്കെ നടക്കാൻ പോകുന്നു. ഇവ നടക്കുന്നതിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു മേഘത്തേറിൽ തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ ആകാശമേഘങ്ങളിൽ ആകാശത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അതിനായി കർത്താവ് നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ലൈവ് സ്ട്രീം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. Let Almighty God give you blessings. This is Pastor Sunny K. Thomas signing off from Changanur. Let God Almighty give you all the blessings. Amen, amen, amen.